സത്യൻ അന്തിക്കാട് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു സിനിമയുണ്ട്, വിനോദയാത്ര. നിരുത്തരവാദിയായ വിനോദ് എന്ന ചെറുപ്പക്കാരന്റെ കഥ. പതിവ് അന്തിക്കാടൻ രസക്കൂട്ടിൽ നിർമ്മിച്ചെടുത്ത ഒരു സിനിമ. അതിൽ വിനോദിനെ നായിക ജീവിതം പഠിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. 1 കിലോ അരിക്ക് ഇപ്പോൾ എന്താ വിലയെന്ന് നായിക ചോദിക്കുമ്പോൾ നായകന് അതിൽ ഉത്തരമില്ല. പിന്നെ അങ്ങോട്ട് വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയും മുളകിന്റെയും ഉപ്പിന്റെയും എല്ലാം വിലയും കറണ്ട് ചാർജും ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നായകന് അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴത് ജാളിതയിൽ നിൽക്കുന്ന നായകന്റെ കണ്ണ് തുറപ്പിക്കുന്ന ആ മാസ് ഡയലോഗ് നായിക പറയുന്നു. സ്വന്തം വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ പറ്റി ഒന്നും അറിയില്ല. ബേസിക്കായ കാര്യങ്ങളിൽ നിന്ന് വേണം അറിവ് തുടങ്ങാൻ. ഇനി പറയുന്നതാണ് കേട്ടോ ഹൈലൈറ്റ്. ബേസിക്കായ കാര്യങ്ങൾ അറിയാതെ ഇറാഖിൽ അമേരിക്ക എത്ര പട്ടാളക്കാരെ അയച്ചു, ഉത്തര കൊറിയ അണുപരീക്ഷണം നടത്തിയോ, ഫിദൽ കാസ്ട്രോ ക്യൂബ ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, ഇതൊന്നും ഒരു ശരാശരി മലയാളിയുടെ വിഷയമേ അല്ല. കൺമുൻപിലുള്ള ജീവിതം കാണാതെ എത്ര ഓണം ഉണ്ടിട്ട് എന്താ കാര്യം. വാവ്, നായകൻ ഫ്ലാറ്റ്. നായകൻ വാ പൊളിച്ചു നിൽക്കുന്നത് പോലെ പ്രേക്ഷകരും നിൽക്കുമെന്നാണോ കരുതിയത്? ലോകത്ത് മറ്റെവിടെയും നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ബാധിക്കില്ലെന്ന പൊട്ടക്കിണറ്റിലെ ഐഡിയോളജി ഇനിയും കാലഹരണപ്പെട്ടിട്ടില്ലേ? വെനസ്വേലയ്ക്കെതിരായ അമേരിക്കൻ ആക്രമണത്തിൽ ഇങ്ങ് കേരളത്തിലെ ഗ്രാമവീഥികളിൽ പോലും മുദ്രാവാക്യം ഉയരുന്നതിനെ കളിയാക്കുന്നവർക്ക് ഇനി എന്നാണ് നേരം പുലരുക? പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ചിലർ വെനസ്വേലയെ അമേരിക്ക ആക്രമിച്ച നടപടിയെ ശ്ലാഘിക്കുന്നത് മറ്റൊരത്ഭുതം. ഒരു രാജ്യത്തിന് ഒറ്റയ്ക്കൊരു നിലനിൽപ്പ് സാധ്യമാണോ? ലോകത്തെവിടെയും നടക്കുന്ന സംഭവ വികാസങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ രാജ്യത്തെയും ബാധിക്കും. അമേരിക്കയുടെ അനുമതി ലഭിക്കാത്തത് മൂലം ഇന്ത്യയിലെ ചെമ്മീൻ കയറ്റുമതി നടക്കാതെ കിടന്നത് മറന്നുപോയോ? അമേരിക്കയുടെ ഉപരോധവും ഭീഷണിയും ഇല്ലായിരുന്നെങ്കിൽ റഷ്യയിൽ നിന്നും വെനസ്വേലയിൽ നിന്നുമൊക്കെ ലാഭത്തിൽ എണ്ണ വാങ്ങാമല്ലോ. സ്വാഭാവികമായും സാധനങ്ങളുടെ വിലയിലും കുറവ് വരും. ലോക പോലീസാവാൻ ശ്രമിക്കുന്ന അമേരിക്ക എന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ കടന്നുകയറ്റവും നയങ്ങളുമെല്ലാം ഇങ്ങ് ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം പ്രതിഫലിക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യ വലിയ വില നൽകേണ്ടി വരുമെന്ന ട്രംപിന്റെ ഭീഷണി മോദിയുടെ തലയ്ക്ക് മുകളിലുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള തീരുവ ഇനിയും ഉയർത്തിയേക്കുമെന്ന ട്രംപിന്റെ ഭീഷണി വേറെ. ലോകത്തെവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും ലോകത്തെവിടെയുമുള്ള എല്ലാ മനുഷ്യരിലും സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് വെനസ്വേലയിലെ അമേരിക്കയുടെ കടന്നുകയറ്റം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. വെനസ്വേലൻ ഐക്യദാർഢ്യത്തിനെതിരെ കേരളത്തിലെ വലതുപക്ഷ പിന്തിരിപ്പന്മാർ വാളെടുക്കുമ്പോൾ പ്രതിഷേധം കൂടുതൽ ഉച്ചത്തിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.